Watch full episodes on Jio Hotstar. Idea. പൊളിക്കടുത്തല്ലോ ആദ്യമായിട്ടൊന്ന് മനസ്സിലാവുന്നത് കച്ചറയ്ക്കകത്തുള്ള ജീവികൾക്ക് എത്ര ബുദ്ധിമുട്ടാണെന്ന്. അവറ്റുകൾ എങ്ങനെ ഇതിനകത്ത് ജീവിക്കുന്നു. ലപ്പാട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, നീ ഒരു അടിപൊളി ജീവി തന്നെ. അതെന്ന് സാറിന്റെ ഒരു തവണ രക്ഷപ്പെടുന്നത് പാടാ, നിങ്ങൾ 2 തവണ രക്ഷപ്പെട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഭാഗ്യമുള്ളവരാണെന്ന്, അല്ലെങ്കിൽ ഭയങ്കര ധൈര്യശാലികൾ. അത് ഞങ്ങൾ രണ്ടുപേരുമാണ്. നിങ്ങൾ ആരാണ്? കൂട്ടുകാരെ, എന്റെ പേര് സുംബ, ഇത് സുമി, ഇതൊക്കെ ഞങ്ങളുടെ കൂട്ടുകാരാ. ഒരു കാലം ഉണ്ടായിരുന്നു, ഞങ്ങളും മുകളിൽ XR സിറ്റി ടവറിലാ താമസിച്ചുകൊണ്ടിരുന്നത്. സാറിന്റെ തോന്നിവാസത്തിനെതിരെ ശബ്ദം ഉയർത്തിയപ്പോൾ ഞങ്ങളെ അപ്പൊ തന്നെ അവിടുന്ന് തള്ളി ഈ താഴെ കുഴിയിലേക്ക് ഇട്ടു. ഇനി മുകളിലേക്ക് പോകാൻ ഒരു വഴിയുമില്ല. ഞങ്ങളെ ലേസർ നെറ്റ് കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോകും ചങ്ക. ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. വീട്ടിലുണ്ടാക്കിയതാണോ അത് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതാണോ? ഇപ്പൊ ഞാൻ ആ വേസ്റ്റിൽ നിന്ന് എടുത്തോണ്ട് വന്നതാ. അടിപൊളി ഫ്രഷാ, അതുകൊണ്ടാ നല്ലതായിട്ട് തോന്നുന്നത്. അത് കണ്ടോ, അതെന്റെ ലാബാണ്. ഞാൻ അവിടെ ഒരു സംഭവം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ലേസർ നെറ്റ് കട്ട് ചെയ്ത് മുകളിലേക്ക് പോകണം. ഓ സുംബ എന്റെ ചങ്ക എന്റെ ബ്രോ, എന്റെ രോഗികളാണ് സത്യം. ഞാൻ ഉടനെ തന്നെ അതുപോലത്തെ ഒരു സാധനം ഉണ്ടാക്കും. ഡോണ്ട് വറി ചങ്കുകളെ, പേടിക്കണ്ട. എനിക്ക് ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കാൻ 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ഇതില് ഗാർബേജ് അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? പേടിക്കണ്ട, അങ്ങനെയൊന്നും തന്നെ അതിലില്ല. നിങ്ങൾ കഴിച്ചു നോക്കൂ.
ഇന്നാ പിടിച്ചു. ഇതാ നിങ്ങൾക്കും. എന്റെ രോഗികളാണ് സത്യം. ഇനി നമുക്ക് ഒരു തടസ്സം ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പൊ എല്ലാ കാറിലും ലേസർ പ്രൂഫ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ആ ലേസർ നെറ്റ് കട്ട് ചെയ്ത് മുകളിലേക്ക് പോവാൻ ചങ്കുകളെ. പൊളിച്ചേ. എന്നാ പോവാ അല്ലേ? റേസിനെ വട്ടത്തിൽ കറക്കി കഴിഞ്ഞ നെറ്റ് കട്ടാവും ചങ്കേ. പൊളിക്കടുത്തല്ലോ, എല്ലാം കിടന്ന് കറങ്ങാണല്ലോ. നന്ദി, രക്ഷിക്കണേ. എന്റെ ഗസീറ്റാറാമേ, നമുക്ക് വേഗം എന്റെ അച്ഛനെയും കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാം. അത് കഴിഞ്ഞ് നിനക്ക് നിന്റെ മമ്മിയെ കാണാൻ പോവാം. മോട്ടു, ഇപ്പൊ എന്റെ പിന്നാലെ വരൂ. ഞാൻ കൊണ്ടുപോകുന്ന വഴിയിൽ കൂടെ പോയാൽ അവിടെ CCTV കവറേജ് ഉണ്ടാകില്ല. അവിടെ പോലീസുകാരുടെ ശല്യവും നമുക്കൊരിക്കലും ഉണ്ടാകില്ല. താഴെയുള്ള ലേസർ നെറ്റ് കട്ട് ചെയ്തിരിക്കുന്നു. റെഡ് അലേർട്ട്, റെഡ് അലേർട്ട്. അവരെ ഒന്നും ഒരു മോണിറ്ററിലും കാണാൻ കഴിയുന്നില്ല. എവിടെ പോയി? അന്വേഷിക്കവരെ, അന്വേഷിക്ക്. സെർച്ച് ഓൾ പോലീസ് ഫോഴ്സ്, സെർച്ച്. ഓക്കേ സാർ. സാർ, ലേസർ നെറ്റിൽ സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായി. നെറ്റ് കട്ട് ചെയ്ത് താഴെയുള്ള മുകളിലേക്ക് വന്നിട്ടുണ്ട്. കൊട്ടാരത്തിലെ സെക്യൂരിറ്റിയെ മറികടക്കണമെങ്കിൽ അത് മോട്ടു പത്രു തന്നെ ആയിരിക്കും. ആ മോഹൻ സിൻഹയെ കൊണ്ടുപോകാൻ വരുന്നതായിരിക്കും. ഇത്തവണ അവര് രക്ഷപ്പെടാൻ പാടില്ല. ഒക്ടോബസ് റോബോട്ടിനെ റെഡിയാക്കി വെക്ക. ഓക്കെ സാർ. എല്ലാരും നിക്ക്, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം ആ ലാബ് എവിടെയാന്ന്. മോട്ടുവിന്റെ അച്ഛനുള്ള ലാബ്. കിട്ടിപ്പോയി. ആ കാണുന്ന റിസർച്ച് ലാബിലാണ് മോട്ടുവിന്റെ അച്ഛൻ ഉള്ളത്. ലെറ്റ്സ് ഗോ. സെക്യൂരിറ്റി ബ്രീച്ച് ഇൻ പാലസ്. ഗാർഡ്സ് ബ്രീച്ച് റിസർച്ച് ലാബ്. ശത്രുക്കൾ റിസർച്ച് ലാബിലേക്ക് പെട്ടെന്ന് പോ. ഇല്ല സാർ, സെക്യൂരിറ്റി ബ്രീച്ച് ഇൻ പാലസ്. ചെല്ല്, അങ്ങോട്ടേക്ക് ഗാർഡ്സിനെ അയക്കാം. ഇപ്പൊ തന്നെ ഒക്ടോബസ് റോബോട്ടിനെ റിലീസ് ചെയ്യാം.
ഇതാ പത്തലു, ഇതുകൊണ്ട് വെടിവെക്ക്. ഇതുകൊണ്ട് അത് ഇവാപറേറ്റ് ആയി പോവും. അല്ലെങ്കിൽ നമ്മൾ എത്ര നശിപ്പിക്കുന്നോ അത്രയും അത് ഉണ്ടായി വരും. ഡബിൾ ആയി വരും, ഡബിൾ. അല്ല, ഇത് തീരുന്നത് പോലെ ഇല്ലല്ലോ. സുംബ, നീ അച്ഛനെയും കൊണ്ട് സേഫായ സ്ഥലത്ത് പോ, ഞങ്ങൾ എത്തിക്കോളാം. പൊളിച്ചെടുത്തല്ലോ. നമ്മുടെ സമയം അടുത്തുന്നാ തോന്നുന്നേ. മോട്ടു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ. ഇത് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമല്ല പത്തലു. ഫൈറ്റ്, ഫൈറ്റ്. എന്റെ മോട്ടു, ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്ക്. ഫുർഫുറി നഗറിൽ നിന്ന് ഇങ്ങനെ എമർജൻസിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. നല്ല മണം. സമൂസ കഴിച്ചിട്ട് പണി തുടങ്ങിക്കോ. നിനക്കാണോടാ ഇത്ര ധൈര്യം? പിടിച്ചോ. ഇന്ന് പിടിച്ചോ, ഇന്ന് പിടിച്ചോ. ഇതാ നിനക്ക്. ഓടിക്കോ, ഓടിക്കോ. ഇല്ല, ഞാൻ അവനെ തീർത്ത് കളയും. പത്തലു, കുറച്ചുകൂടെ സമൂസയുണ്ടോ? ഇല്ല, എല്ലാം തീർന്നു പോയി. കുഴപ്പമില്ല സാറിന്, ഞാൻ തന്നെ ധാരാളം.
എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് അത്ര എളുപ്പമല്ല മോട്ടു. സാർ, നിന്റെ കിരാത മരണം ഇത് അവസാനിച്ചിരിക്കുന്നു. ഇനി നീ ജയിലിൽ പോയി കിടക്കും. സുംബ ഇവിടെയുള്ളവരുടെ രാജാവുകയും ചെയ്യും. കള്ളം പറഞ്ഞ കാക്ക കൊത്തും. അതെനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടാ ഞാൻ കള്ളം പറയാത്തത്. അഥവാ സാർ രാജാവായില്ലെങ്കിൽ വേറെ ആരും ഇവിടെ ആവണ്ട. ഇപ്പൊ എല്ലാം തീരും. പൊളിച്ചെടുത്തല്ലോ. ഇയാള് ടൈം ബോംബ് ഓൺ ചെയ്തു എന്നാ തോന്നുന്നേ. ആരെങ്കിലും ഒന്ന് തടയണേ. വെറും 10 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. സമയം എണ്ണാൻ തുടങ്ങിക്കോളൂ. കൗണ്ട് ഡൗൺ തുടങ്ങി. ബോംബിനെ നിർവീര്യമാക്ക്. നീ ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടി. ഇപ്പോൾ നീ വെറും ശിശുവാണ്. ഇപ്പോൾ നിനക്ക് ഓടിക്കളിക്കേണ്ട പ്രായമാണ്. പോയി അങ്ങുമിങ്ങും ഓടിക്കളിക്കേ. സബാഷ് മോട്ടു. ಹತ್ತಲ ಮಿತ್ತಲ ದಾವಣಾಚಿ ಟಿಕ್ಕು ಬರಿಕೆಡ ಜೋಳಾಚಿ ಬರಿಯ ಬಂದು വിളക്കൂതി എന്റെ രോഗികളാണ് സത്യം. ഞാൻ ബേബി സിറ്റിംഗ് ഇതുവരെ ചെയ്തിട്ടില്ല. ഹലോ ചങ്കുകളെ, ആരെങ്കിലും ഇവരെ ഒന്ന് പിടിച്ച. വരൂ അച്ഛാ, നമുക്ക് വീട്ടിൽ പോവാം. പറ്റില്ല മോനെ, എന്റെ മിഷൻ ഇനിയും പൂർത്തിയായിട്ടില്ല. ദേശവാസികളെയും ഏലിയനെയും എനിക്ക് ഒന്നിപ്പിക്കേണ്ടതായുണ്ട്. എനിക്ക് വീണ്ടും ആ മിഷൻ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തീകരിക്കേണ്ടതുണ്ട്. മോട്ടു പത്ലു, എനിക്കിത് കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നുന്നു. നിങ്ങൾ രണ്ടുപേരും കുട്ടിക്കാലത്ത് എത്ര സ്നേഹിതരായിരുന്നുവോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. നിങ്ങളുടെ ഐക്യം ഒരിക്കലും തകരാതിരിക്കട്ടെ. പിന്നെ നിങ്ങളുടെ കൂടെ ഡോക്ടർ ജട്ക, സിംഗം, ഗസിറ്റാരാം പോലുള്ള സുഹൃത്തുക്കളുമുണ്ടല്ലോ. മാത്രവുമല്ല, എന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. മോട്ടു, പത്ലു, ശരി കുഞ്ഞുങ്ങളെ, പിന്നീട് നമുക്ക് കാണാം. എന്റെ മിഷൻ പൂർത്തീകരിച്ചിട്ട് ഞാൻ മടങ്ങി വരാം. വരട്ടെ. അച്ഛന്റെ ശരീരം നോക്കണേ അച്ഛാ. നീയും മോനെ. അതെ സുംബ, നിങ്ങളൊക്കെ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. താങ്ക് യു. ഇനി എക്സാർ പ്ലാനറ്റ് നിങ്ങളുടേതാണ്. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. ഞാനിനി സൂംബയുടെ കൂടെ ചേർന്ന് ജോലി ചെയ്തോളാം. താങ്ക്സ് ലപ്പാട്ടു, താങ്ക്സ്. നിന്റെ സഹായം ഇല്ലാതെ എനിക്കൊരിക്കലും എന്റെ അച്ഛനെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. ബൈ ബൈ. വീണ്ടും നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. വരട്ടെ വല്യേട്ടാ.
മമ്മി മോട്ടുന്റെ അച്ഛനെ ഞങ്ങളെ രക്ഷിച്ചു. ഇനി ഞാൻ മമ്മീനെ കാണാൻ വരുന്നുണ്ട്. Watch India's largest kids library only on Jio Hotstar. Download the app now.